ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കൂടിയർച്ചനയിൽ പങ്കെടുക്കാൻ ഭക്തജന പ്രവാഹമാണ്. മലയാളികൾക്ക് പുറമെ ഇതര ഭാഷക്കാരായ ഭക്തരും ക്ഷേത്രത്തിലേക്ക് ധാരാളമായി എത്തുന്നു. നവംബർ 2-ന് ലക്ഷദീപാർച്ചനയോടെ മഹായജ്ഞം സമാപിക്കും. മഹായജ്ഞം 11-ാം ദിനം പിന്നിടുന്നു. ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമാണ്. പുരോഹിതർക്ക് പുറമെ യജ്ഞശാലയിലെത്തുന്ന സജ്ജനങ്ങൾക്കും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാം. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞും വിഷ്ണു സഹസ്രനാമ കൂടിയർച്ചനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞും ഇതര ഭാഷക്കാരായ ഭക്തരും ധാരാളമായി എത്തുന്നു. दर्शन तो बहुत मंदिरों में किए हैं, लेकिन आज जो एनवायरनमेंट महसूस किया है और जो आज भावना महसूस हुई है वो बहुत ही कम और बहुत कभी कभार ही पैदा होता है. It was my first time here. It was really nice, and I think it was one of a kind of an experience, and I think one should really experience it once in a lifetime. മഹാകുംഭത്തിൽ നിറച്ച കളഭത്തിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്ത് ഉത്തര ഗുരുവായൂരപ്പന് അഭിഷേകം. താലപ്പൊലിയോടെയുള്ള ക്ഷേത്രപ്രദക്ഷിണം ചടങ്ങിന്റെ ഭാഗമാണ്. ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും വിഷ്ണു സഹസ്രനാമ അർച്ചനയ്ക്ക് പുറമെ ലക്ഷദീപാർച്ചനയോടെ നവംബർ 2-ന് മഹായജ്ഞം സമാപിക്കും. ജനം, ഡൽഹി.